ഹലോ കൂട്ടുകാരെ, ആട് 3 കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പേ നിങ്ങളോട് ഒരു റിവ്യൂ പറഞ്ഞേക്കാമെന്ന് വെച്ചു. എൻ്റെ റിവ്യൂ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ റിവ്യൂവിൻ്റെ പ്രധാന ഉദ്ദേശം ഡാലസിൽ ഈ സിനിമ വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന പടങ്ങളാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ്, ആട് 3 ആദ്യത്തെ കയ്യടി നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനാണ്. വേണു കുന്നപ്പിള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വിജയ് ബാബുവും കൂടെ ഈ പടം ചെയ്തിരിക്കുന്നത്. വിജയ് ബാബുവിൻ്റെയും മിഥുൻ ഇമ്മാനുവലിൻ്റെയും ഒരു കൊച്ചായിട്ട് അവർ വളർത്തിക്കൊണ്ടിരുന്ന പടം ഈ പ്രാവശ്യം ഒരാളും കൂടെ ഏറ്റെടുക്കുവാണ്. കാരണം ഈ പടത്തിൻ്റെ വലിപ്പം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആട് എന്ന് പറയുന്ന സേഫ് സോൺ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഒക്കെ ആയിട്ട് ഫില്ല് ചെയ്തിരുന്നൊരു പടം വേറൊരു ടൈം ട്രാവലിലോട്ട് കൊണ്ടുപോകുന്നു, അത് വലിയ പടമാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ മാറിയത് വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഈ പടത്തിലോട്ട് വന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും നല്ല പടങ്ങളായിരുന്നു, ഒരുമാതിരിപ്പെട്ട പടങ്ങളെല്ലാം. ചില പടങ്ങൾ മാത്രം ചെറിയ എന്തോ കാര്യം കൊണ്ട് അത് ചെറിയൊരു ഇതായിപ്പോയി. പക്ഷേ എന്നിരുന്നാൽ പോലും തീർച്ചയായിട്ടും പടം നല്ല രീതിയിൽ കയറി കൊളുത്തിയിട്ടുണ്ട്. ഞാൻ കണ്ട തിയേറ്ററിൽ നിറച്ചും ആൾക്കാരായിരുന്നു. ഒരുപാട് ചിരിയോടുകൂടിയാണ് ഈ പടം കാണാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഞാനും മഞ്ജുവും അതുപോലെ തന്നെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആട് ഫസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, പടം തിയേറ്ററിൽ വന്നിട്ട് ഒരുപാട് പരാജയപ്പെട്ടൊരു സിനിമയാണ്. ആട് പരാജയത്തിന് ശേഷം, ഫസ്റ്റിൻ്റെ പരാജയത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും എവിടെ നോക്കിയാലും ആടിലെ പാട്ടും അതുപോലെ തന്നെ ആടിൻ്റെ ഓരോ ക്യാരക്ടറിൻ്റെ പോസ്റ്ററുകളും അതിൽ നിന്ന് ഇൻസ്പിറേഷനായിട്ട് വീണ്ടും ഒരു റിസ്ക് എടുക്കുമായിരുന്നു. ആട് ടു വളരെ വിജയമായി തിയേറ്ററിൽ പോയി. അതിൻ്റെ ഫലമായിട്ട് അവർ കുറേ നാളെ വെയിറ്റ് ചെയ്ത് ആട് 3 ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ആട് 1 പറ്റിയ ഒരു പരാജയം നമുക്ക് തീർച്ചയായിട്ടും ആട് 3 കൊടുക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ വിജയിപ്പിക്കണം. ഇത് OTTയിൽ വരട്ടെ എന്ന് കരുതി വീട്ടിലിരുന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചാൽ ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ പടമാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. പിന്നെ പ്രത്യേകമായിട്ട് പറയണത്, അതിനകത്ത് ക്യാരക്ടറുകൾ ഓരോന്നും ഷാജി പാപ്പനും അതുപോലെ തന്നെ ഡൂഡും ഷർബത്ത് സമീറും അങ്ങനെ ഓരോ ആൾക്കാരും വരുന്നത് മുതൽ നമുക്ക് ഒത്തിരി ചിരിപ്പിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഡൂഡും ധർമ്മജനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ഓരോ മുഹൂർത്തങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിനോട് അടുപ്പിച്ചേ നമുക്ക് ഒരുപാട് ചിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഫൈനലിൽ നമ്മുടെ സിനിമ തീരുന്നതിന് കുറച്ച് മുമ്പ് അവരൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അതിന് ഷാജി പാപ്പൻ ഡൂഡുമായിട്ട് അത് ചിരിച്ച് മറിഞ്ഞു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് പോലെ നിർത്തുന്ന ഒരു ആട് 3. ഇനി അടുത്ത പാർട്ട് വരുമായിരിക്കും. പക്ഷെങ്കിൽ ഒരു ഫൺ റൈഡായിട്ട് ഡാലസിൽ പടം ഇപ്പോൾ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡ് മലയാളം പടമാണ് ഇഷ്ടമെങ്കിൽ, മലയാളം പടം കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും നോക്കണ്ട, തിയേറ്ററിൽ വിട്ടു. നല്ലൊരു ഫൺ റൈഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പടമാണ് ആട് 3. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ട് സംസാരിച്ച് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. സോ ഈ വീക്കെൻഡിൽ ഒരു മലയാളം പടം കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ ഒന്നും നോക്കണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയോടൊപ്പം പോയി ഫൺ റൈഡ് കണ്ട് എൻജോയ് ചെയ്ത് വരിക. ആട് 3 പൊളി സാധനം. ബൈ.